ഹലോ, കൊടുക്കണം. ഡോക്ടർ സാറല്ലേ? മുതലാളി ഡൽഹിക്ക് പോവുകയാണ്. കുറേശ്ശെ പനിയുണ്ട്, ഉടനെ വരണം. അല്ലല്ല, പനി കൊച്ചമ്മയ്ക്കാണ്. ഓ, ഇല്ല, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഞാൻ മരിച്ചാലും ശരി, അദ്ദേഹം എന്റെ അടുത്തില്ലാതെ ഓപ്പറേഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്താ രാമപിള്ളേ? ഇല്ല, വിഷമിക്കാനൊന്നുമില്ല. കൊച്ചമ്മയ്ക്ക് എന്താ രാമപിള്ള? കൊച്ചമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. എന്നിട്ട് ഡോക്ടർമാര് പറഞ്ഞു എന്തോ കുട്ടിയുടെ കിടപ്പ് ശരിയല്ല, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. എന്നാൽ ഉടനെ നടത്താൻ പറയൂ. ഇതെല്ലാം വച്ച് താമസിപ്പിക്കാനുള്ള കാര്യങ്ങളാണോ? ആ ഡോക്ടർമാർക്ക് എന്താ ബോധമില്ലേ? കൊച്ചമ്മ പറയുന്നത് മുതലാളി അടുത്തില്ലാതെ ഓപ്പറേഷന് സമ്മതിക്കില്ലെന്നാണ്. പാവം, പേടിച്ചിട്ടാവും. എനിക്കിന്ന് വൈകുന്നേരം അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈവനിങ് ഫ്ലൈറ്റിൽ അവിടെ വരും. അഥവാ ഞാൻ എത്തിയില്ലെങ്കിലും ഓപ്പറേഷന് സമ്മതിക്കാൻ അവളോട് പറയൂ. ശരി മുതലാളി. ഞാൻ പറഞ്ഞു എന്ന് പറയൂ. നോക്കൂ, ഭർത്താവ് നിർബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ നടത്തണമെന്ന്. അദ്ദേഹം ചിലപ്പോൾ വരാൻ വൈകിയേക്കും. എന്ന് വെച്ച് ഓപ്പറേഷൻ വൈകിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞതായി പ്രത്യേകം പറയാൻ പറഞ്ഞു. അപ്പോ ഓപ്പറേഷൻ സമയത്ത് അദ്ദേഹം അടുത്തുണ്ടാവില്ല അല്ലേ? ഡോക്ടർ വരില്ലെന്ന് തീർത്ത് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കോടീശ്വരനല്ലെങ്കിലും എനിക്കാകെ കൂടിയുള്ളൊരു മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിൽ ഞാൻ അയക്കും? ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിധി വൈപരീത്യം കൊണ്ടാണെങ്കിലും ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും തകർച്ചകളും നേരിട്ടവന് മാത്രമേ ജീവിതത്തെ ജീവിതമായി കാണാൻ കഴിയൂ. ഞാൻ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും കണ്ട് തികച്ചും മനുഷ്യനായി തീർന്നവന്. ഒരു വാക്ക് ഞാൻ തരാം, നിങ്ങളുടെ മകൾക്ക് എന്റെ വീട്ടിൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല മിസ്റ്റർ മേനോൻ. പാരമ്പര്യത്തിന്റെ എല്ലാ രോഗവും കുടുംബത്തിലെ സന്തതികൾക്കുണ്ടായിരിക്കും. സമ്പാദ്യത്തിന്റെ പിറകെ പോവുക ഏറ്റവും വലിയ രോഗമാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ്മാനേക്കാൾ രണ്ട് നല്ല വാക്ക് പറയുന്ന സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് എന്റെ മകൾക്ക് ആവശ്യം. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് തെറ്റ് ചെയ്തു പോയ ഒരുത്തിനെ തെറ്റുകാരനായി മാത്രമേ കാണാൻ കഴിയുമെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷപ്രഭുക്കളുടെ മക്കളെ എന്റെ മകന് കിട്ടാഞ്ഞിട്ടോ എന്റെ ലക്ഷ്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചേർക്കാനോ അല്ല ഞാൻ വന്നത്. അവർ സ്നേഹിക്കുന്നു. അവൾക്ക് വേണ്ടി അവൻ മരിക്കാൻ തയ്യാറായി. എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് എന്റെ ജാനകി എന്റെ സമ്പത്തിനു വേണ്ടിയുള്ള സമരത്തിൽ രക്തസാക്ഷിയായി. എന്റെ മകനും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും ഒരിക്കലും ദുഃഖമുണ്ടാകാത്ത ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നു. ഇതേപ്പറ്റി ഇനിയും ചിന്തിക്കണമെങ്കിൽ ചിന്തിച്ചോളൂ. എന്നെങ്കിലും ഒരിക്കൽ എന്റെ അപേക്ഷ സ്വീകാര്യമായി തോന്നിയാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. വേണു, നിന്നെ ഞാൻ ഇതുവരെ യാതൊരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് നീ വിവാഹിതനാണ്. ഈ കുടുംബത്തിന്റെയും എന്റെ ഇവിടെയുള്ള എല്ലാ ബിസിനസിന്റെയും ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. മോളെ, ഈ വീട്ടിന്റെ അന്തസ്വാഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. ഞാൻ കുറെ നാൾ എസ്റ്റേറ്റിലായിരിക്കും. കുട്ടിക്കളിയൊക്കെ വിട്ട് ബി കെയർഫുൾ.
ചേട്ടാ ചേട്ടാ ആ? കോഫി ഉം? എണീറ്റ് കഴിക്കൂ ചേട്ടാ. സുധേ, ഭാര്യ ഭർത്താക്കന്മാരായാൽ എല്ലാ കാര്യത്തിലും 50-50 ആയിരിക്കും. വഴക്ക് കൂടുന്നതിലും സ്നേഹിക്കുന്നതിലും എല്ലാം. ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് കോഫിയിൽ ആരംഭിക്കാം. നീ പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി. അത് വേണ്ട, പകുതി കഴിച്ചിട്ട് പകുതി തന്നാ മതി. അത് പറ്റില്ല. എനിക്ക് കോഫിയിൽ മധുരം കൂടുതൽ വേണം. നീ കുടിച്ചു കഴിയുമ്പോ നിന്റെ ചുണ്ടിന്റെ മധുരം കൂടി അത് ചേരും. മതി വാചകം. ആട്ടെ, ഇന്നെന്താ പ്രോഗ്രാം? ഓഫീസിൽ പോണ്ടേ? ഓഫീസോ? ബോറ്. പുതുതായി വിവാഹം കഴിച്ച ഒരുത്തൻ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ സമയം കൊല്ലാം. സന്തോഷമായിട്ട് സമയം കൊല്ലാൻ നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഓഫീസിൽ പോന്നെ? ഹലോ ഹലോ, ആരായാലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. ഞാനാണ് മാനേജർ. മാനേജറാണ് ഓഫീസിൽ നിന്ന്. ഈയുടെ കാര്യം വലിയ ശല്യമായല്ലോ. ഇനി വരും. എന്താണ്? ഒരു അർജന്റ് കാര്യമാണ് സാർ. നേരം വെളുത്തില്ല, അതിന് മുമ്പ് എന്താ അർജന്റ് കാര്യം? മണി 11:30 ആയി. 11:30യോ? നേരാണോ സുധേ? 12 ആവാൻ പോണു. അയ്യോ, എണീക്കൂ. ഞാൻ രാവിലെ തൊട്ട് വിളിക്കുക, എണീക്കയില്ല. എന്നെ വീട്ടുകാരെ നോക്കാൻ സമ്മതിക്കയില്ല. നോക്കൂ സുധേ, മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഉണ്ണാൻ, ഉറങ്ങാൻ. സാർ സാർ, തന്നോട് ആര് പറഞ്ഞു ഫോൺ പിടിച്ചോണ്ടിരിക്കാൻ? ഫോൺ താഴെ വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. കുറെ ചെക്കുകളും പേപ്പേഴ്സും ഒപ്പിടാനാണ്. ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ലേ? ഇല്ല സാർ. നിങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ? യെസ് സാർ. മാനേജറുടെ പണി മാത്രം നോക്കിയാൽ പോരാ, പ്യൂണിന്റെ പണി കൂടെ ചെയ്യണം. അച്ഛനാണെങ്കിൽ 24 മണിക്കൂറും ജോലിന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. മകനോ ഉണ്ണണം, ഉറങ്ങണം, പിന്നെ ബോഡിയല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കും. എണീറ്റ് കുളിക്കൂ. കുളിച്ചാൽ ഡ്രസ് ചെയ്യണം, ഡ്രസ് ചെയ്താൽ പുറത്തു പോകണം. ഞാൻ എങ്ങനെ പോവും? വിടൂലേ നട്ടുച്ചയ്ക്ക്? ഒരു നൂൺ ഷോ. കൊച്ചുമൊഴാളി എന്ത് വേണോ എനിക്ക്? എനിക്ക് പ്രത്യേകമായി യാതൊന്നും വേണ്ട. അനധികൃതമായി പ്രവേശിച്ച് തെറ്റാണെന്നും എനിക്കറിയാം. കാര്യം പറയടോ. ഓഫീസ് മാനേജർ ഒരു കെട്ട് കടലാസുകളും ഫയലുകളുമായി താഴെ കാത്തു നിൽക്കുന്നു. ഞാൻ ഉടനെ താഴെ വന്ന് അയാളെ മുഖം കാണിക്കണമായിരിക്കും. വേണ്ട സർ, ടേക്ക് യുവർ ഓൺ ടൈം. താൻ പോയി അയാളോട് അവിടെ ഇരിക്കാൻ പറയൂ. യെസ് സർ. വെളിയിൽ നിന്നും കുറ്റിയിടണോ? എനിക്ക് പുറത്ത് കിടക്കണ്ടായിരിക്കും. തട്ടിയാൽ തുറക്കാം. താൻ പോടോ. എന്നാൽ അകത്തു നിന്നും കുറ്റിയിടുന്നതാണ് ഭംഗി. തന്നോട് പോകാനാ പറഞ്ഞു. താങ്ക് യു സർ. പരമദരിദ്രവാസി. സുധേ, കാപ്പി തണുത്താണ്, വേറെ കൊണ്ടുവരും. ശ്ശോ, ഇത് വലിയ ശല്യമായല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ AU അസോസിയേഷൻ മെമ്പേഴ്സ് ആണ്. AU അസോസിയേഷൻ? അതെ സാർ, അസോസിയേഷൻ ഓഫ് ദി എഡ്യൂക്കേറ്റ് അൺഎംപ്ലോയിഡ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാണ്? RK ഫിഷറീസിലെ മിസ്റ്റർ മുഹമ്മദിന്റെ മകൻ ഞങ്ങൾക്ക് 10,000 രൂപ തന്നു. അബ്ദു 10,000 തന്നു. എന്നാൽ ഞാൻ 11,000 തന്നിരിക്കുന്നു. താങ്ക് യു സർ. ചെക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ. വരൂ. ഏതോ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞ് 3-4 പേർ വന്നിരുന്നു. അവർക്ക് നമ്മുടെ കൊച്ചുമുതലാളി 11,000 രൂപ ഡൊണേഷൻ കൊടുത്തു. എന്തിന് 14,000? 11 ലക്ഷം വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ആർക്ക് നഷ്ടം? അദ്ദേഹം പാടുപെട്ട് കുറച്ച് കാശുണ്ടാക്കി അത് മകനെ ഏൽപ്പിക്കും. മകൻ അതെല്ലാം കളഞ്ഞു കുളിച്ച് IP അസോസിയേഷനിൽ അംഗമാകും. എന്ന് വെച്ചാൽ പാപ്പർ സൂട്ട് കൊടുക്കുന്ന അർത്ഥം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മരക്കാർ ജോലിയിൽ നിന്നാണ് സാർ. എന്താ കാര്യം? മാഡം ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു നെക്ലസ് വാങ്ങി, അതിന്റെ ബില്ലും കൊണ്ട് വന്നതാ. നിങ്ങൾ മരക്കാർ ജോലിയിൽ ആരാ? മാനേജരാണ് സാർ. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം. സ്ത്രീകൾ കടയിൽ വന്ന് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ ഫോണിലെങ്കിലും വിളിച്ചറിയിക്കണം. പരിചയമുള്ളവർക്കോ അറിയപ്പെടുന്നവർക്കോ ആയിരിക്കുമല്ലോ കടം കൊടുക്കുക. ഏതായാലും നാളെ ഓഫീസിൽ വന്ന് പണം വാങ്ങിക്കോളൂ. വേണ്ട.
ഈ പണത്തിന് വേണ്ടി ഓഫീസിൽ പോയിട്ട് ആവശ്യമില്ല. നാളെ ഇവിടെ വരും. രൂപ ഞാൻ തരാം. സുധേ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. സുധേ, ഹലോ ഡാഡി, എന്താ മോളെ? എനിക്ക് ഉടനെ ഒരു 5000 രൂപ വേണം. എന്തിന്? അത് പിന്നീട് പറയാം. കൂടിയേ തീരൂ. ഉടനെ എത്തിക്കുകയും വേണം. ശരി, സമ്മതിച്ചു. പക്ഷെ അത് എന്തിനാണെന്ന് ഞാൻ കൂടി അറിയണ്ടേ? എന്തിനാണെന്ന് തീർത്ത് പറയാതെ ഡാഡി തരില്ല. വിവാഹിതയായ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് അറിയാതെ പൊന്നും പണവും ഒന്നും കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ ഡാഡി തരില്ല. എന്നല്ല മോളെ, ആവശ്യം നീ തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭർത്താവിനോട് ചോദിച്ചതിന് ശേഷം ഞാൻ പണം എത്തിക്കാം. ഡാഡി അന്വേഷിക്കുകയും വേണ്ട, എനിക്ക് പണവും വേണ്ട. സുധേ, സുധേ, കൊച്ചമ്മ മുകളിലാണ്. സുധേ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? എന്തിന്? എന്റെ വിധി ഇങ്ങനെ ആയതിന് മറ്റാരോട് ദേഷ്യപ്പെടാൻ? അന്ന് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നീ ആഗ്രഹിച്ചോ? എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അനുവാദം ചോദിക്കാതെ ഞാനിത് വാങ്ങി. അതിഷ്ടപ്പെട്ടില്ല, മടക്കി കൊടുത്തയച്ചു. അത്ര തന്നെ. അന്ന് നീ ആ നെക്ലസ് വാങ്ങിക്കൊണ്ട് വരുമ്പോ എന്റെ സമ്പാദ്യമായി നയാപൈസ ഉണ്ടായിരുന്നില്ല. ഇന്നിതാ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് അതേ നെക്ലസ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. നോക്ക്, അന്ന് ആ 11000 രൂപ ഞാൻ സംഭാവന ചെയ്തതിനെ പറ്റി ഓഫീസിലുള്ളവർ ആക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ എന്റെ മനസാക്ഷി ഉണർന്നു. മറ്റുള്ളവർ സമ്പാദിക്കുന്ന പണമെടുത്ത് കണ്ടമാനം ചിലവാക്കുന്നത് അന്തസ്സുള്ള പ്രവൃത്തിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നതാണോ നിനക്ക് സന്തോഷം, അതോ അച്ഛന്റെ പണം ധൂർത്തടിക്കുന്നതാണോ? എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇത്രയൊക്കെ ചിന്തിച്ചില്ല. ക്ഷമിക്കാനോ? സ്നേഹിക്കുന്നവർ തമ്മിൽ ക്ഷമ ചോദിക്കലുമില്ല, മാപ്പ് കൊടുക്കലുമില്ല. എന്താ ഇത്? നിൽക്ക് നിൽക്ക്. എന്താ? ഒരല്പം കൂടി ലജ്ജ വേണം. സുധേ, നീ എന്തിനിങ്ങനെ ലജ്ജിക്കുന്നു? കളഞ്ഞല്ലോ. എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ. അങ്ങനെ പറയൂ. എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാന്നു? ഈശ്വരനെ ഓർത്ത് ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കും. നല്ലപോലെ ലജ്ജിച്ച് ഞാൻ ചോദിക്കുമ്പോ എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ എന്ന് മറുപടി പറയും. എങ്ങനെ? സുധേ, നീ എന്താ ഇങ്ങനെ ലജ്ജിക്കുന്നത്? ആര് പറഞ്ഞു എനിക്ക് ലജ്ജയാണെന്ന്? ഒരു എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത സാധനം. സുധേ, പ്രേമിച്ച് വിവാഹം കഴിച്ചവളാണെങ്കിൽ പ്രഥമ രാത്രി കിടക്കറയിലേക്ക് കടന്നു വരുന്ന വധു ആപാത ചൂടിൽ ലജ്ജിച്ചു. പ്രഥമ രാത്രി? എന്നങ്ങ് വെച്ചോ, എന്നിട്ടങ്ങ് ലജ്ജിച്ചോ. ലജ്ജിക്കാൻ പറഞ്ഞിട്ട് നിന്ന് ഇളിക്കുന്നു. ലജ്ജിക്ക്. തലയിലെഴുത്ത് ഇതാ. കറക്റ്റ്, വെരി ഗുഡ്. പക്ഷെ മനസ്സിൽ ലജ്ജ തോന്നണ്ടേ? വേണ്ട, നീ ലജ്ജ അഭിനയിച്ചാൽ മതി. വാ, ഇവിടെ ഇരിക്കെ. ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് കിടക്കുന്നോ? അതിന് സമയം ഇനിയുണ്ട്. എണീക്ക്, ഇവിടെ ഇരുന്ന് ലജ്ജിക്ക്. ലജ്ജ. ദമ്പതികളായാൽ എല്ലാം 50-50. പഴവും കഴിച്ചോളൂ. ഇവിടെ കുളി തെറ്റി. അപ്പോഴാ ഒരാൾക്ക് ഫസ്റ്റ് നൈറ്റ്. യു മീൻ ടു സേ ഐ ആം ഗോയിങ് ടു ബിക്കം എ ഫാദർ? ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഒരു സംശയം. മൈ ഗോഡ്, ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് പറയാറാകണ്ടേ? Come on, let us go to a doctor. ഈ രാത്രിയിലോ? അതെ, ഡോക്ടറെ കണ്ട് ഉടനെ കൺഫേം ചെയ്യണം. മാത്രമല്ല, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയണം. വേണ്ട, നാളെ രാവിലെ ഡോക്ടറെ കാണാം. You do not know how much excited I am. Just a second. ഹലോ, അകത്ത് മോനാണോ മോളാണോ? ഒരു കള്ളി.
സുധേ, വേഗം വരൂ, ഡോക്ടർ കാത്തിരിക്കും. ദേ ഒരു കാര്യം, ഡോക്ടറോട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും ചോദിച്ചോളേ. പിന്നെ എനിക്കറിയണ്ടേ? അതൊന്നും പറയാറായിട്ടില്ലെന്നേ. ആ, എന്നാലൊരു കാര്യം ചെയ്യാം. ഒറ്റയാണോ ഇരട്ടയാണോ ചോദിക്കാം. ഓ, ഇങ്ങനെ ഒരാള്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വേണു. ഗുഡ് മോർണിംഗ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മാഡം. ഇപ്പോഴാണ് എനിക്ക് മിസ്റ്റർ വേണുവിന്റെ വിജയ രഹസ്യം മനസ്സിലായത്. ഇത്ര പങ്ക്ച്വലായി ഭർത്താവിനെ ബിസിനസ് കാര്യങ്ങൾ റെഡിയാക്കാൻ വെരി എഫിഷ്യന്റ് ലേഡീസിനെ സാധിക്കൂ. മിസ്റ്റർ ലിങ്കൻ, എക്സ്ക്യൂസ് മീ, 1 minute. Why 1 minute? We have 4 minutes more. താങ്ക് യു. വരൂ. ഐ എം സോറി സുധ, ഞാൻ ഇദ്ദേഹത്തിന് 8 മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നു. ഇന്നലത്തെ വെപ്രാളത്തിനിടയിൽ അതങ്ങ് മറന്നുപോയി. എന്താ ചെയ്യുക? ഇവിടെ ഇരിക്കാൻ പറയൂ, അല്ലെങ്കിൽ പോയിട്ട് വരട്ടെ. നോ നോ, ദാറ്റ്സ് നോട്ട് മാനേഴ്സ്. മാത്രമല്ല 2 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ആ, ഒരു കാര്യം ചെയ്യും, ഡ്രൈവറെയും രാമപിള്ളിയും കൂട്ടി ഡോക്ടറെ അടുത്തേക്ക് പോകും. ഞാൻ വരുന്ന വഴിക്ക് വിവരം അറിഞ്ഞോളാം. അത് പറ്റില്ല, ഞാൻ തനിച്ച് പോവില്ല. എന്താ ചെയ്യാ? ആ, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ഇഷ്ടം പോലെ ആയിക്കോളൂ. നല്ല കുട്ടിയല്ലേ, ഒരിക്കലത്തേക്ക് ശ്രമിക്കും. സൂക്ഷം 4:45 ഞാനിവിടെ ഉണ്ടാവും. റെഡി ആയിരിക്കണം. എന്നെയും കാത്ത് വരാൻ നിൽക്കണം. ഓക്കെ? സ്വർണത്തിന്റെ വില വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു.